പോയിക്കൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി സുന്ദരമായ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ഇതെന്താണ് ഇപ്പൊ ഗൈസ്? ഒരുപാട് ഞാൻ പറയട്ടോ, എന്റെ ചാനലല്ലേ. ഒരുപാട് വട്ടം ഞങ്ങൾ ഇവിടെ പാലക്കാട് വന്നിട്ട് ഇവിടെ വരാൻ നോക്കി. അപ്പൊ ഗൈസ്, ഇവക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. ഞാനൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലും എന്നെ വന്നിട്ട് ഒന്നും പറയിപ്പിക്കുന്നില്ല ഗൈസ്. ഇനി എന്നെ വാപ്പാന്റെ ഫോന്റെ ചാനലാണ് എന്ന് പറയാൻ ആര് പറഞ്ഞു? അതാണ് എന്റെ മോനോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. ഞങ്ങളിത് മലനിരയുടെ താഴ്വരയിലെത്തി. ഇതാണ് സീതാർകുണ്ട്. വെള്ളച്ചാട്ടമാണ്, പക്ഷേ വെള്ളമില്ല. ഞങ്ങൾ ചൂട് ടൈമിലാണ് വന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. പാലക്കാട് നിന്ന് കോയമ്പത്തൂരോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. മൊത്തം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. കണ്ടോ, 4 വയസ്സുള്ള കുഞ്ഞ് അവിടെ നിൽക്കുന്നു. കൊച്ചിൻ്റെ തള്ളയിരുന്ന് ഊഞ്ഞാലാടുന്നു. ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഇതൊക്കെ വെള്ളം വരുന്ന വഴികളാണ്, പക്ഷെ ഇവിടെ ഭയങ്കര ഡ്രൈ ആണ്. കുറച്ച് വെള്ളം വരുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും കുളിക്കുവാണ്. ഞാനും കുളിക്കാൻ പോവാണ്. പൈസ കൊടുക്കാതെ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലാണ്. അപ്പോൾ ഒരുപാട് സന്ധ്യയായി. ഇത്രയും നേരം വെള്ളത്തിൽ കിടക്കുമായിരുന്നു. ഇനി വന്യമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ട് തിരിച്ചു പോവാം. പന്നിയാണോ വെള്ളത്തിൽ കിടക്കുന്നത്? കയറ്റം കയറി ക്ഷീണിച്ചു ഗൈസ്. അപ്പൊ എനിക്കിങ്ങനെ വ്ളോഗൊന്നും ചെയ്ത് പരിചയമില്ല. അതൊക്കെ ദീപക്കേ അറിയത്തുള്ളൂ. ഞാൻ ചുമ്മാ ഒരു യാത്ര വന്നപ്പം ഒരു വ്ളോഗ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വയ്യനി ഇനി ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ശരി, ബൈ.